പറഞ്ഞോളൂ സാറേ. സർവശാസ്ത്ര സാരാണ് ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറയും. ഏകമേകം അദ്വിതീയം ഏകമേവ ഏകം ഏവ അദ്വിതീയം അദ്വിതീയം ബ്രഹ്മ. ഏകം ഏവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഏകമേവ ഒന്ന് മാത്രം, അദ്വിതീയം രണ്ടില്ല. അദ്വിതീയ ഇവിടെ രണ്ടില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഒരു ബോധം മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിലാകെ. ആ ബോധത്തിലെ ചലനാത്മകതയാണ് ബാക്കിയെല്ലാം. ഒരു പാറക്കല്ല് ബോധാണ്, ഞാൻ ബോധം, അങ്ങ് ബോധം, എല്ലാം ബോധസ്വരൂപയാണ്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ, ഏകമേവ, രണ്ടില്ല, അദ്വിതീയം ബ്രഹ്മ. അതിന്റെ പേര് ബ്രഹ്മ എന്നാണ്. ഒന്ന് പറയും. ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ഇനി അതിന്റെ അടുത്തത് അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി, അതായത് നമ്മൾ തന്നെയാണ്. അതായത് ആ ബ്രഹ്മം ഞാൻ തന്നെയാണ്. ഏത് ബ്രഹ്മം? ഏകമേവ അദ്വിതീയം, രണ്ടില്ലാതെ ഒന്ന് മാത്രമായിട്ടിരിക്കുന്ന ആ ബ്രഹ്മം ഞാനാണ്, ഞാൻ തന്നെയാണ് ആ ബ്രഹ്മം. അതെ. അപ്പോ ഇത് ഞാനാണ്, ഇത് ഞാനാണ്, ഇതെല്ലാം ബ്രഹ്മല്ലേ? അതെ. എങ്കിൽ ഞാനാണല്ലോ അതൊക്കെ. ഈ ലോകത്ത് എന്ത് കണ്ടാലും അതൊക്കെ ഞാൻ തന്നെയാണ്. വരാൻ പോകുന്നത് ഞാനാണ്, കഴിഞ്ഞത് ഞാനാണ്, ഇപ്പോൾ ഉള്ളത് ഞാനാണ്. ഒരു പാറക്കല്ല് കണ്ടാൽ ഞാനാണ്, ഒരു വൃക്ഷം കണ്ടാൽ ഞാനാണ്, ഒരു പശുവിനെ കണ്ടാൽ ഞാനാണ്, ആനയെ കണ്ടാൽ ഞാനാണ്, ഒരു പാമ്പിനെ കണ്ടാൽ ഞാനാണ്. കാരണം ഞാനല്ലാതെ ഒന്നും ഇല്ലല്ലോ അവിടെ. ഏകമേവ അദ്വിതീയം ബ്രഹ്മ. അപ്പൊ ഇതൊക്കെ ബോധസ്വരൂപാണ്. ഒരു പാമ്പ് എന്ന് പറഞ്ഞാൽ ബോധത്തിന്റെ സ്വരൂപാണ്, ബോധസ്വരൂപിയാണ്. ഒരു ആന ബോധസ്വരൂപിയാണ്, ഒരു മനുഷ്യൻ ബോധസ്വരൂപി, ഞാൻ ബോധസ്വരൂപിയാണ്. ഒന്ന് പറയും. ഏകമേവ അദ്വിതീയം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി. ഇത്രയേ ഉള്ളൂ മന്ത്രം. ഇതിൽ പെടാത്ത ഒന്നുമില്ല. അതെ. ഇതിനെ കുറിച്ചങ്ങ് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അതിലുണ്ട് വരും. ഇനി ഒരു പൊതുമന്ത്രവും കൂടി പറഞ്ഞുതരാം. അതായത് അനന്തകോടി ബ്രഹ്മാണ്ട നായക, അനന്തകോടി ബ്രഹ്മാണ്ട നായക, സർവന്തര്യാമി ഭഗവാനെ, സർവം ധര്യ ഭഗവാൻ, സർവം ധര്യ, സർവ അന്തര്യാമി, സർവം അന്തര്യാമി ഭഗവാനെ, പ്രസീദ പ്രസീദ പ്രസീദ, പ്രസീദ പ്രസീദ പ്രസീദ. അനന്തകോടി ബ്രഹ്മാണ്ട നായക, അനന്തകോടി ബ്രഹ്മാണ്ട നായക, സർവ അന്തര്യാമി ഭഗവാനെ, സർവ അന്തര്യാമി ഭഗവാനെ, പ്രസീദ പ്രസീദ പ്രസീദ, പ്രസീദ പ്രസീദ പ്രസീദ. അതായത് കോടിക്കണക്കിൽ ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അതെ. ഇതിനെ മുഴുവനും പുറത്തു നിന്നിട്ട് നിയന്ത്രിക്കുന്നതായ ഒരു ശക്തിയുണ്ട്. അതാണ് അനന്തകോടി ബ്രഹ്മാണ്ട നായക. അതെ. ആ നായകൻ തന്നെയാണ് ഇതിന്റെ ഓരോന്നിന്റെ ഉള്ളിലിരുന്ന് അതിനെ പ്രവർത്തിപ്പിക്കുന്നത്. അതാണ് സർവ അന്തര്യാമി ഭഗവാനെ. പ്രസീദ 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 എന്നാൽ അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കും. ഒന്ന് പറയും. അനന്തകോടി ഭഗവാനെ ബ്രഹ്മാണ്ട നായക, അനന്തകോടി ബ്രഹ്മാണ്ട നായക, സർവന്തര്യാമി ഭഗവാനെ, സർവം അന്തര്യാമി ഭഗവാനെ, പ്രസീദ പ്രസീദ പ്രസീദ. വെരി ഗുഡ്. ഒന്നും കൂടി. ഞാനിത് പഠിക്കണം. ഒന്നും കൂടി പറയും. സർവം അനന്തകോടി ബ്രഹ്മാണ്ട നായക, അനന്തകോടി ബ്രഹ്മാണ്ട നായക, സർവന്തര്യാമി ഭഗവാനെ, സർവന്തര്യാമി ഭഗവാനെ, പ്രസീദ പ്രസീദ പ്രസീദ. അനന്തകോടി ബ്രഹ്മാണ്ട നായക, അനന്തകോടി ബ്രഹ്മാണ്ട നായക, സർവന്തര്യാമി ഭഗവാനെ, സർവ അന്തര്യാമി ഭഗവാനെ, പ്രസീദ പ്രസീദ പ്രസീദ. ആദ്യത്തെ ഒന്നും കൂടി പറയും. ഏകമേവ അദ്വിതീയം ബ്രഹ്മ, ഏകം ഏവ അദ്വിതീയം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. ഇത് രണ്ടും നമ്മൾ എപ്പോഴും ചൊല്ലാം അല്ലേ, മന്ത്രിക്കാം. എപ്പോഴും പറയാം. ഇതിന്റെ അപ്പുറം ഒന്നില്ല. ഇനി ധ്യാനിക്കാൻ വേണ്ടി ഗുരു എന്താണ് എനിക്ക് ഒരു ടിപ്സ് പറയാൻ? ഇതന്നെ ഏകമേവ അദ്വിതീയം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. അതെ.
അത് അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി, അതാണ്. അത് ഉരിയാടി നമുക്ക് കണ്ണടച്ച് അതിലോട്ട് ലയിച്ച്. അതെ അതെ. എഴുതണോ? വേണ്ട, ഞാൻ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സാർ. ഗുരു ഏകമേവ അദ്വിതീയം ബ്രഹ്മ, ഏകം ഏവ അദ്വിതീയം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി. അനന്തകോടി ബ്രഹ്മാണ്ട നായക, അനന്തകോടി ബ്രഹ്മാണ്ട നായക, സർവന്തര്യാമി ഭഗവാനെ, സർവന്തര്യാമി ഭഗവാനെ, പ്രസീദ പ്രസീദ പ്രസീദ. പ്രസീദ. ഇതിനേക്കാളും വലിയൊരു മന്ത്രമില്ല. കാരണം അനന്തകോടി ബ്രഹ്മാണ്ട നായകന് അയാൾ തന്നെ ഓരോ അണുവിന്റെ ഉള്ളിലും ഇതിനെ പ്രവർത്തിപ്പിക്കുന്നു. അതിനോടാണ് പ്രസീദ പ്രസീദ എന്ന് പറയുന്നത്. അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ. പ്രമതി. സാറിന് ചെറിയ ദക്ഷിണ തരാൻ. ഏയ് ദക്ഷിണ പാടില്ല. ദക്ഷിണ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ എഴുന്നേറ്റ് നിൽക്കാം, അങ്ങ് കാൽക്ക നമസ്കരിക്കാം, അപ്പൊ ഞാൻ തലയിൽ തൊട്ടനുഗ്രഹിക്കാം. അതാണ് ഇതിന്റെ ചടങ്ങ്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ഉപഹാരം? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഇതാണ് ചെയ്യേണ്ടത്. കാൽക്ക തൊട്ട് അനുഗ്രഹിച്ചാൽ മതി, കാൽക്ക തൊട്ട് നമസ്കരിച്ചാൽ മതി. അപ്പൊ ഞാൻ എന്തെങ്കിലും തരണ്ടേ? ഒന്നും തരണ്ട. തരാൻ വേണമെങ്കിൽ വന്ന് വാങ്ങിക്കൊണ്ടതില്ലേ? അതെ. അതിന് എന്തെങ്കിലും ഒരു സാധനം എടുത്ത് തന്നാൽ മതി. ഇതിരിക്കട്ടെ, സാറ് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യണമെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ സാർ ഇതുകൊണ്ട് ചെയ്തോളൂ. അതുകൊണ്ട് കേട്ടോ. നോക്കട്ടെ, എന്തോ നമസ്കരിച്ചിട്ട്. നമസ്കരിക്കുമ്പോൾ ഞാൻ അനുഗ്രഹിക്കാം, അതിന് ശേഷം മതി. കിഴക്കോട്ട് തിരിഞ്ഞു കിഴക്ക്. അവിടെ നിന്നാ മതി സാറേ, പുറത്തോട്ട് വരണ്ട. ഇവിടെ തന്നെ മതിയല്ലോ. ഷട്വഞ്ച ഉജർഗഞ്ച ഗണേശഞ്ച ഷടാനനം മണികണ്ഠ സർവദേവാനാം നമാമീതി പരമേശ്വരി ദേവേന്ദ്ര പഞ്ചദേവാനാം നവഗ്രഹ കുബേരഞ്ച സാക്ഷ്യോ മാരുതി നാഗേന്ദ്ര നമാമീതി പരമേശ്വരി. ഓം ഹ്രീം നമ ശിവായ, ഓം ഹ്രീം നമ ശിവായ, ഓം ഹ്രീം. അതൊന്ന് പാടും. ഓം ഹ്രീം നമ ശിവായ, ഓം ഹ്രീം, ഓം ഹ്രീം നമ ശിവായ, ഓം ഹ്രീം നമ ശിവായ, ഓം ഹ്രീം നമ ശിവായ. എപ്പോഴും ചെല്ലാവുന്നതാണ്. ശിവായ എപ്പോ വേണമെങ്കിലും ചെല്ലാം. ഓം ഹ്രീം നമ ശിവായ. ഇത് വേണം. ഓം ഹ്രീം നമ ശിവായ, ഓം ഹ്രീം നമ ശിവായ, ഓം ഹ്രീം നമ ശിവായ. കണ്ണു മാറ്റില്ലേ? സാർ അതെന്ത് വേണമെങ്കിലും ചെയ്യാം, സാറിന്റെ ഇഷ്ടം പോലെ. ഒന്നുപോലെ എന്റെ മനസ്സിന്റെ മേലെ ഗുരുവേ നമ. അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇതില് പവറുണ്ട്. ഇത് ക്രൗൺ ചക്രാണ്, അതിലേക്ക് പവർ വരികയാണ്. ഞാൻ അനുഗ്രഹിച്ചുകൊണ്ട് ഓം ഹ്രീം നമ ശിവായ, ഓം ഹ്രീം നമ ശിവായ, ഓം ഹ്രീം നമ ശിവായ, ഓം ഹ്രീം നമ ശിവായ, ഓം ഹ്രീം ഔം നമ ശിവായ, ഓം ഹ്രീം ഓം നമ ശിവായ,
ഓം ഹ്രീം നമഃശിവായ. 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 ഓം ഹ്രീം ഓം നമഃശിവായ. ഹ്രീം നമഃശിവായ. ഓം ഹ്രീം നമഃശിവായ. ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ഏകമേവം അദ്വിതീയം ബ്രഹ്മ. അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി. അനന്തകോടി ബ്രഹ്മാണ്ഡ നായക. അനന്തകോടി ബ്രഹ്മാണ്ഡ നായക. സർവന്തര്യാമി ഭഗവാനെ. സർവന്തര്യാമി ഭഗവാനെ. പ്രസീദ പ്രസീദ പ്രസീദ. പ്രസീദ പ്രസീദ പ്രസീദ. ബഹാറ്റായും ഞാൻ പഠിച്ചോളാം. ആയില്ലെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ശരി. നാലരയ്ക്കാ വരാൻ പറഞ്ഞു. അതെ അതെ. എത്രയും 3:45 അരമണിക്കൂറിലോ 3/4 സാർ കിടന്നു. ഞാൻ കണ്ടോളാം സാർ. എനിക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞാലും ടൈറ്റിൽ ഇച്ചിരി പുറകോട്ട് കേൾക്കണം. ഞാനിത് ഇന്ന് എടുത്ത് തരാം. വേറെ എവിടെയും കിട്ടാത്തൊരു ബുക്ക് എടുത്ത് തരാം. അവിടെ കിടന്നു. ഇപ്പൊ വേണ്ട. ഞാനിത് പേഴ്സിനകത്ത് വെക്കട്ടെ, സൂക്ഷിച്ചു വെക്കാം. ഓ, ഇനി നല്ല മനസ്സാട്ടോ. അതെ, ഇനിയുണ്ട്. വളരെ ഇഷ്ടമായി. അടുത്ത പോലെ ഏതായാലും നമുക്ക് കാണാം. തീർച്ചയായിട്ടും കാണണം. ആണ് ഗുരു. അപ്പോഴേക്കും എനിക്കും സുഖം. അതെ അതെ. സാർ തീരുമാനമൊക്കെ പോണം കാലടി. എന്നാലേ ഈ കുഴിച്ചിലൊക്കെ ചെയ്യുമ്പോഴേ പേശികൾക്കൊക്കെ ഒരു രക്തഓട്ടം വന്നല്ലേ. അടുത്ത് തന്നെ പോകും. ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ പോകും. നാഗാർജുനയുടെ ഓർഡർ സാറിന്റെ ബന്ധുവാണെന്നൊക്കെ എന്നാളെ ഒരു പ്രഭാഷണത്തിൽ സാർ പറയുന്നുണ്ടായിരുന്നു. പട്ടത്തിരി നമ്പൂതിരി അങ്ങനെ കണ്ടല്ലേ സാറേ? അതില്